കേരളത്തെ ആകെ നടുക്കിയതായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ഹർഷീന എന്ന യുവതി നീതി തേടി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ നീതിപീഠത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് പോലീസ്. കേസിൽ കുന്നമംഗലം കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് കേസിലെ പ്രതികൾ. നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് പന്തീരാങ്കാവ് സ്വദേശി KK ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1 ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരെയാണ് പ്രതി ചേർത്തത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം സ്വദേശി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ സ്വദേശി M രഹന, ദേവഗിരി കളപ്പുരയിൽ KG മഞ്ജു എന്നിവരാണ് യഥാക്രമം 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 750 പേജുകളുള്ളതാണ് കുറ്റപത്രം. കേസിൽ 60 സാക്ഷികളുണ്ട്. ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ K സുദർശൻ പറഞ്ഞു. അന്വേഷണത്തിൽ നിർണായക തെളിവായത് 2017 നടത്തിയ MRI സ്കാനിംഗ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ നടന്ന ഡിപ്പാർട്ട്മെന്റ് അന്വേഷണങ്ങളൊന്നും ഈ ഹർഷീന സത്യത്തിൽ ഇത് പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഒരു നടത്തിയ കാര്യം ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് ചികിത്സ നടത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഇത് പറയാൻ വിട്ടുപോയിരുന്നു. പക്ഷെ നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ ആധികാരികതയെക്കുറിച്ച്. മറ്റുള്ളവരോട് പറയാത്തൊരു ഇൻഫർമേഷൻ നമ്മളോട് പറഞ്ഞൊരു ആധികാരികതയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊല്ലത്ത് പോയി ആശുപത്രിയിൽ പോയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളും അത് കൺസേൺ ഡോക്ടർമാരും ചെയ്ത ആളുകളെ കണ്ടു വെച്ചപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതേസമയം നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ നീതി പൂർണ്ണമാകൂ എന്നാണ് ഹർഷീനയുടെ പ്രതികരണം. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഹർഷീന ആവശ്യപ്പെടുന്നത്. 1.5 വർഷത്തോളമായ ഒരു പോരാട്ടത്തിലാണ് എല്ലാ തെളിവുകളും ഉള്ള ഒരു കാര്യത്തിൽ. അപ്പോൾ സാധാരണക്കാരന് നീതി കിട്ടാൻ എത്രത്തോളം പോകണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണിത്. ഇത്രയും വലിയ പോരാട്ടങ്ങൾ നടത്തിയാൽ മാത്രമേ അതിലേക്കുള്ള വഴി പോലും തുറക്കുന്നുള്ളൂ. ഇത്രയും തെളിവുകളല്ലേ. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെ ബന്ധപ്പെട്ട വകുപ്പുകളോട്. ന്യൂസ് 18 കോഴിക്കോട്.